രമ്യ ചേച്ചി മ്യൂട്ട് ചെയ്യാമോ? Good morning, all. Good morning, ma'am. Good morning. Okay, ഭയങ്കര കലപില സൗണ്ട് ആയിരുന്നല്ലോ അല്ലേ? ഓക്കെ, വരുന്നുള്ളൂ തോന്നണം അല്ലേ? സ്ട്രെങ്ത് കുറവാണല്ലോ, മൺഡേ ആയതുകൊണ്ടാണോ? ഓക്കെ, അല്ലേ? സൺഡേ ഒക്കെ എല്ലാവരും ആഘോഷിച്ചോ? ഞായറാഴ്ചയൊക്കെ എൻജോയ് ചെയ്തോ? ഓക്കെ, നമുക്ക് ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മള് വീണ്ടും ക്ലാസ്സിലേക്ക് വരികയാണ് അല്ലെ? അപ്പൊ നല്ലൊരു വീക്ക് അല്ലെ, നല്ലൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ദിയ നേരത്തെ പ്രാർത്ഥിച്ച് നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മള് ലേബർ റൂം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നോട്ട്സ് പോലെയൊക്കെ എഴുതി ഇതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? വെറുതെയാണോ എഴുതി വെച്ചത്? വായിച്ചായിരുന്നു എല്ലാവരും? വായിച്ചു എടുത്തത്രയും? ഓക്കെ, വായിച്ചാല് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പറഞ്ഞിരുന്നു വായിക്കണം. ഓക്കെ, അപ്പോ നമ്മള് ലേബർ റൂമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ? ഒബ്സ്ട്രിക്സും ഗൈനക്കോളജിയൊക്കെയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഒരു മെറ്റേണിറ്റി വാർഡിന്റെ ഏരിയകൾ നമ്മൾ പഠിച്ചു. ഇതൊക്കെയായിരുന്നു റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി, ഡെലിവറി, പോസ്റ്റ് ഡെലിവറി, ഒബ്സർവേഷൻ റൂം അല്ലെ? ഇത്രയുമാണ് അതിന്റെ ഏരിയകൾ പഠിച്ചത്. പിന്നെ നമ്മൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് ലേബർ റൂമിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, ബർത്തിങ് യൂണിറ്റ്. നമ്മൾ LDR ഫുൾ ഫോം പറഞ്ഞു, ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി റൂം. അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലുകളിൽ LDRP എന്നും അറിയപ്പെടുന്നു അല്ലെ? ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം. ഓക്കെ, പിന്നെ നമ്മള് ലൊക്കേഷൻസ് പറഞ്ഞിരുന്നു. എന്താണ്, ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കും, അതിന്റെ അടുത്ത് തന്നെ ആയിരിക്കും ഓപ്പറേഷൻ തിയേറ്ററും സർജിക്കൽ യൂണിറ്റ് ഒക്കെ അതിന്റെ അടുത്ത് തന്നെ ആയിരിക്കും. ഭയങ്കര കാമൺ ക്വയറ്റ് ആയിരിക്കും അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? എന്തായാലും പിന്നെ അതിന്റെ ഡിസൈൻ പറഞ്ഞായിരുന്നു, എങ്ങനെയൊക്കെയാണെന്നുള്ളതിന്റെ ഡിസൈൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ബർത്തിങ് ഓർ ബർത്തിങ് എന്നല്ലേ? ഓക്കെ, ബർത്തിങ് തന്നെയാണ് പറയുന്നത് കേട്ടോ. മിസ്റ്റേക്കിൽ വന്നതായിരിക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബർത്തിങ് എന്ന് പറയുന്നത് ബർത്തിങ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ബർത്തിങ് തന്നെ പഠിച്ചോ? കൺഫേം ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ എന്തെങ്കിലും മീൻസ് PDF മിസ്റ്റേക്ക് ഒക്കെ വരുമല്ലോ. ഓക്കെ, നമ്മള് എടുത്തത്ര എവിടം വരെയായിരുന്നു എടുത്തത്? 3 സോങ്സ് വരെയല്ലേ എടുത്തത്? ഓക്കെ, ക്ലിയർ ആക്കി തരാം. നിങ്ങളൊന്ന് അതുവരെ എടുത്തത്ര ഒന്ന് വായിക്കാമോ? എടുത്തത്രയും ഒന്ന് വായിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് വായിക്കണേ. എടുത്തത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാണോ എടുത്ത് നിർത്തിയിരിക്കുന്നത് അത്രയും ഒന്ന് വായിക്കാം. ഓക്കെ, എത്രയും ഒന്ന് വായിക്കണം കേട്ടോ. വായിച്ചായിരുന്നോ?
ഓക്കെ, നിങ്ങൾ ലേബർ റൂം ഓൾസോ നോൺ ആസ് ബർത്തിങ് യൂണിറ്റ് തന്നെ ആക്കിക്കോളൂ കേട്ടോ. മിസ്റ്റേക്ക് വന്നേക്കുന്നതാണ് കേട്ടോ PDF-ല്. ഓക്കെ, ചെക്ക് ചെയ്തായിരുന്നു. അപ്പോ ബർത്തിങ് എന്ന് ആക്കിക്കോളൂ, BIRTHING കേട്ടോ. ബർത്തിങ് എന്ന് ആക്കിക്കോളൂ. ഇപ്പൊ കൺഫ്യൂഷൻ മാറിയില്ലേ? ഞാൻ പറഞ്ഞായിരുന്നു ഒന്നും ബർത്തിങ് എന്ന് പറഞ്ഞപ്പോ തന്നെ ബർത്തിങ് തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു. ഇത് മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, അപ്പൊ ബർത്തിങ് കേട്ടോ. പ്രിന്റഡില് മാറ്റി എഴുതാം, ബർത്തിങ് എന്ന് ആക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ ഡിസൈൻ പറഞ്ഞു, പിന്നെ മെയിൻ ആയിട്ട് 3 സോണുകൾ പറഞ്ഞു അല്ലെ. ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞായിരുന്നു 3 സോണുകൾ. എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? അൺസ്റ്റെറൈൽ സോണിൽ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി അല്ലെ. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത് ചേഞ്ച് റൂം, പെർ ലേബർ റൂം, പ്രീ ലേബർ റൂം, അതുപോലെ തന്നെ മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം. ഡെലിവറി സ്റ്റോണിൽ വരുന്നത് കൺസിസ്റ്റ് ഓഫ് ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം എക്സെട്ര. ഓക്കെ, അപ്പോ അവിടം വരെ ക്ലിയർ ആണ്? കുഴപ്പമില്ലല്ലോ, അത്രയും ഓക്കെയാണ് എല്ലാവരും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് വരെ ഓക്കെയാണ്, ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. അപ്പൊ നമ്മൾ എന്താണ് ഒരു ലേബർ റൂം എന്ന് പഠിച്ചു, അവിടെയുള്ള സോണുകൾ പഠിച്ചു, ഡിസൈൻ പഠിച്ചു, ലൊക്കേഷൻ പഠിച്ചു. നെക്സ്റ്റ് നോക്കാം ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് അല്ലെ. അതായത് എന്താണ് സൗകര്യങ്ങൾ, അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അതുപോലെ അതിന്റെ റിക്വയർമെന്റ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോയിന്റ് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഫെസിലിറ്റീസുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് വൺ നഴ്സിംഗ് സ്റ്റേഷൻ അല്ലെ. നഴ്സുമാരൊക്കെ ഇരിക്കുന്ന ഒരു നഴ്സസിന്റെ ഒരു റൂം. സൂപ്പർവൈസർ ഓഫീസർ, ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ഒരു സൂപ്പർവൈസർ ഉണ്ടാകും. അപ്പൊ അദ്ദേഹത്തിന് ഇരിക്കുന്ന ഒരു റൂം ഉണ്ട്, അതാണ് സൂപ്പർവൈസർ ഓഫീസർ. വെയിറ്റിംഗ് റൂം, വെയിറ്റിംഗ് നമുക്കറിയാലോ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റൂമുകള്. സ്ക്രബ് ഏരിയ ആൻഡ് വാഷിംഗ് ഏരിയ ഞാൻ പറഞ്ഞില്ലേ, അതായത് സിങ്കും മറ്റും നമ്മള് ഈ വാഷ് ചെയ്യുന്നതൊക്കെ. ഇപ്പോ സ്ക്രബ് മീൻസ് ഇതുപോലെ തന്നെ എന്തെങ്കിലും കെമിക്കൽസ് അല്ല, ഇപ്പോ എന്താ പറയാ, ഇഞ്ചക്ഷൻസിന്റെ ആ ട്രെയിൻ മറ്റും വാഷ് ചെയ്യുന്ന ഒരു ഏരിയയില് ആ സിങ്ക്, അതിനൊക്കെയാണ് സ്ക്രബ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റി, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയ. ക്ലിയർ ആയാലോ? ഡ്യൂട്ടി റൂം, അതുപോലെ തന്നെ ടോയ്ലറ്റും മറ്റും. ക്ലോത്ത്സ്, ഡ്രസ് ഒക്കെ മാറുന്ന ഒരു ചേഞ്ചിങ് സെക്ഷൻ ഏരിയ. റൂംസ് ഡിസൈൻഡ് ഫോർ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് മെഡിസിൻസ് അല്ലെ. അതായത് ഉപകരണങ്ങളും മരുന്നുകളും ശേഖരിച്ചു വെക്കുന്ന ആ ഒരു സ്റ്റോറേജ് റൂം. സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്, സ്റ്റെറിലൈസ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ, അണുവിമുക്തമാക്കില്ലേ നമ്മളുടെ മെഡിസിൻസും ഇഞ്ചക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ, സിറിഞ്ചസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ ഒരു ഏരിയ. അതുപോലെ തന്നെ ക്ലിനിക്കൽ മേഖലകള്, ക്ലിനിക്കൽ ഏരിയാസ്, അതായത് പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകള്. ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ് അല്ലെ. ടൈലിട്ട ഒരു ഏരിയകള് മീൻസ് സ്കിഡ് ആവാണ്ട് നമ്മൾ ടൈൽ ഇട്ടിരിക്കുന്ന ഏരിയയിൽ നടപ്പാത പോലെയൊക്കെ അതും. അതുപോലെ തന്നെ ആന്റി സ്കിഡ് ഫ്ലോറിംഗ്, അതായത് തെറ്റിപ്പോകാത്ത രീതിയിലുള്ള ഫ്ലോർ ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ. സെൻട്രലി എയർ കണ്ടീഷണഡ് അല്ലെ, അതായത് കേന്ദ്രീകൃത എയർ കണ്ടീഷനിങ്, ടോട്ടലി ഫുൾ എയർ കണ്ടീഷണഡ് ആയിട്ടുള്ള ഏരിയ. നമ്മൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഓപ്പറേഷൻ തിയേറ്ററൊക്കെ എയർ കണ്ടീഷണഡ് ആയിരിക്കും, ഇല്ലേ? അങ്ങനെയാണോ? ഓപ്പറേഷൻ തിയേറ്ററിൽ എപ്പോഴെങ്കിലും കയറിയിട്ടുള്ളവർക്ക് ആണോ എയർ കണ്ടീഷണഡ് ആയിരിക്കില്ലേ? ആണ് അല്ലെ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഫെസിലിറ്റീസിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി, വലിയ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ. ഓക്കെ, നോക്കാം. ലേബർ വാർഡ് ആൻഡ് പ്രോട്ടോകോൾസ്. ഇനി ലേബർ വാർഡിലെ ആദ്യ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്ന്. എന്ത് പ്രോട്ടോകോൾസ് എന്ന് വെച്ചാല്, പ്രോട്ടോകോൾസ് എന്താ മീനിങ്? കമന്റ് ഇടുന്ന പെട്ടെന്ന്. പ്രോട്ടോകോൾസ് ഒരു എന്താ പറയാ, നയങ്ങള്, അങ്ങനെ ഓരോ നയങ്ങള്, നിയമാവലി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നും പറയാം. ഓക്കെ, നോക്കാം. The protocols for the labor ward offer explicit instruction for managing ward activities, ensuring the ward operates efficiently and deliver excellent medical care to pregnant women. These protocols are regard to the ഇനി നോക്കാം എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ലേബർ വാർഡിലെ എക്സ്പ്ലിസിറ്റ്
ഇൻസ്ട്രക്ഷൻ ഫോർ മാനേജിങ് വാർഡ് ആക്ടിവിറ്റീസ് അല്ലെ. അതായത് എന്താണ്, അപ്പോ ഈ ലേബർ റൂമിനുള്ളിൽ ഈ വാർഡ് പ്രവർത്തനങ്ങൾ അല്ലെ കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ മാനേജ് ചെയ്യാൻ വേണ്ടി ആ ലേബർ റൂമിലെ കാര്യങ്ങളൊക്കെ ആ ഒരു ലേബർ വാർഡിലത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ എന്താണ് കാര്യക്ഷമമായിട്ട് എൻഷുറിംഗ് ദ വാർഡ് ഓപ്പറേറ്റ്സ് എഫിഷ്യന്റ്ലി കാര്യക്ഷമമായിട്ട് ഇതെല്ലാം ആ വാർഡിൽ നടപ്പാക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ എന്താണ് ഡെലിവർ എക്സലന്റ് മെഡിക്കൽ കെയർ ടു പ്രഗ്നന്റ് വുമൺ പ്രഗ്നൻസി വുമണിന് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമണിന് എക്സലന്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നത് സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ പ്രോട്ടോകോളുകൾ. ഓക്കെ, അപ്പോ ഈ പ്രോട്ടോകോൾസ് ലേബർ വാർഡിലെ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലേബർ വാർഡിലെ വാർഡ് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ എന്താ പറഞ്ഞത് എഫിഷ്യന്റ് ആയിട്ട് പ്രഗ്നന്റ് വുമൻസിന് നല്ലൊരു മെഡിക്കൽ കെയർ കാര്യക്ഷമമായിട്ട് ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ലേബർ റൂമിൽ പ്രോട്ടോകോൾസ് നിലനിൽക്കുന്നത്. ഓക്കെ ഓക്കെ, ക്ലിയർ ആയോ? പ്രഗ്നന്റ് വുമണിന് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിനും അതുപോലെ തന്നെ എന്താ ആ ഒരു വാർഡിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെയാണ് പ്രോട്ടോകോൾസ് പറയുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, administration and policies encompass the duties and obligations of administrative and professional responsibilities, criteria for admission, traffic control, ward regulations, disaster management, etc. അല്ലെ? അപ്പോ നോക്കാം എന്താണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസീസ് എൻകംപാസ്. എന്ത് എൻകംപാസ് ആൻഡ് ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാല് ഒബ്ലിഗേഷൻസിന്റെ മീനിങ് എന്താ? ഒബ്ലിഗേഷൻസ് കേട്ടിട്ടുണ്ടല്ലോ. എന്ത് ഒബ്ലിഗേഷൻസ്? കടപ്പാട് അല്ലെങ്കിൽ കടമകൾ എന്ന് പറയാം. അപ്പോ എൻകംപാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാധ്യത കേട്ടോ. ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാല് മീൻസ് എന്താണ്? കടമകൾ. ദെൻ എൻകംപാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാധ്യതകൾ. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് നയങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? അതായത് ഉത്തരവാദിത്തങ്ങളും ആ ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. അപ്പൊ ഉത്തരവാദിത്തങ്ങളുടെ കടമകളും ബാധ്യതകളും അതുപോലെ തന്നെ എന്തൊക്കെയാണ്? ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ അല്ലെ, പ്രവേശനത്തിനുള്ള ഒരു മാനദണ്ഡങ്ങള്, അതുപോലെ ട്രാഫിക് കൺട്രോൾസുകള്, ദെൻ വാർഡ് റെഗുലേഷൻസ്, വാർഡ് നിയന്ത്രണങ്ങൾ അല്ലെ. ഇന്ന പേഷ്യൻസിന് അങ്ങനെ വേറെ നമുക്കറിയാം അവരെ വിസിറ്റേഴ്സിനൊന്നും കയറ്റാൻ പാടില്ല, അങ്ങനെയുള്ള വാർഡ് റെഗുലേഷൻസ്. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇപ്പൊ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ വരികയാണെങ്കിലുള്ള ദുരന്ത നിവാരണങ്ങൾ, ഇതൊക്കെയാണ് പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുന്നത്. ജസ്റ്റ് ആ പോയിന്റ് ഔട്ട് ചെയ്തത് മനസ്സിലാക്കിയാൽ മതി. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം, അത് തന്നെ ഒന്ന് വായിക്കാം. ഓക്കെ, സെക്കൻഡ് വൺ, ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് ദാറ്റ് കവർ ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്പാർട്ടം കെയർ, ദെൻ ന്യൂ ബോൺ കെയർ. എന്താ പോസ്റ്റ്പാർട്ടം കെയർ? പോസ്റ്റ്പാർട്ടം കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? പോസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴെന്താ? കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ പോസ്റ്റ് പാർട്ടം കെയർ പ്രസവശേഷം അല്ലെങ്കിൽ പ്രസവാനന്തര പരിചരണം. ഓക്കെ, പ്രസവാനന്തര പരിചരണം അതുപോലെ തന്നെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. പ്രസവാനന്തര പരിചരണം എഴുതിയോ? ന്യൂബോൺ കെയർ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂബോൺ ശിശു നവജാത ശിശു സംരക്ഷണം. ന്യൂബോൺ കെയർ എന്ന് പറഞ്ഞാൽ നവജാത ശിശു സംരക്ഷണം. ഓക്കെ, അപ്പോ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ക്ലിനിക്കൽ റെക്കമെൻഡേഷൻ ദാറ്റ് കവർ ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്പാർട്ടം കെയർ, ദെൻ ന്യൂബോൺ കെയർ എക്സെട്ര അല്ലെ. അതായത് ഇൻപേഷ്യന്റ് കെയർ, അതായത് അവിടെ ഇൻപേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റഡ് ആയിരിക്കുന്ന പേഷ്യൻസിന്റെ കെയറുകളും അതുപോലെ ലേബർ മാനേജ്മെന്റ്, അതായത് ലേബേഴ്സിന്റെ തൊഴിലാളികളുടെ അവരുടെ ഒരു മാനേജ്മെന്റ്, എങ്ങനെയൊക്കെയാണ് അവർ പരസ്പര സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നത്. ദെൻ പോസ്റ്റ് പാർട്ടം കെയർ, അതായത് നമ്മൾ പറഞ്ഞു പ്രസവാനന്തര പരിചരണം, നവജാത ശിശു സംരക്ഷണം തുടങ്ങിയവയൊക്കെ ഈ ഒരു പ്രോട്ടോകോൾസിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. Then labor table is one of the crucial tools and equipment used in the
ഡെലിവറി റൂം ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്തുക. ലേബർ ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ടൂൾ ആണ്, അതുപോലെ എക്യുപ്മെന്റ് ആണ്. ഒരു ഡെലിവറി റൂമിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ്, എക്യുപ്മെന്റ് ആണ് ലേബർ ടേബിൾ എന്ന് പറയുന്നത്. ലേബർ ടേബിൾ നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള അല്ലെ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബെഡും കാര്യങ്ങളൊക്കെയാണ് ഒരു കുഴിഞ്ഞതെന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഉണ്ടോ? പറഞ്ഞ ആൾക്കാരുണ്ടോ ഈ കൂട്ടത്തില്? ഓക്കെ അല്ലെ, ഞാൻ നിങ്ങളോട് ചോദിച്ചു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. ഒരു അല്ലെ, നമ്മൾ അവിടെ എന്തൊക്കെ കണ്ടു അല്ലെ, നിങ്ങൾ പോയിട്ടുള്ളവരെ അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റഡ് ലേബർ റൂമിൽ കയറിയിട്ടുള്ളവരെ എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സ് കണ്ടിരിക്കുന്നത് നമ്മൾ ചോദിച്ചായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബെഡും അല്ലെ, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കുഞ്ഞു ടൈപ്പിലുള്ള ഒരു കട്ടില് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ഒരു ലേബർ റൂമില ഏറ്റവും മോസ്റ്റ് ക്രൂഷ്യൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നതാണ് ഒരു ലേബർ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടയാളപ്പെടുത്തി വെക്കാം. ദെൻ ഇനി എന്തൊക്കെയാണ് വരുന്ന എക്യുപ്മെന്റ്സ് എന്നാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് വൺ, റേഡിയന്റ് വാർമർ. എന്താ റേഡിയന്റ് വാർമർ? റേഡിയന്റ് വാർമർ എന്താ പറഞ്ഞത്? റേഡിയന്റ് വാർമർ എന്താണ്? കുഞ്ഞിന്റെ, അതായത് ഈ എന്താ ന്യൂബോണിന്റെ കുഞ്ഞിന്റെ ഒരു ശരീര താപനില നമ്മൾ നിലനിർത്താനായിട്ട് നിർത്തുന്ന ഉപകരണം അല്ലെ. കുഞ്ഞിനെ ചൂടിലിടുക എന്നൊക്കെ പറയില്ലേ? ചൂടിലിടില്ലേ, ചൂട് കൊടുക്കുക എന്നൊക്കെ പറയും അല്ലെ. ദെൻ സ്റ്റെറിലൈസേഴ്സ്. സ്റ്റെറിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണുവിമുക്തമാക്കുന്ന ഓരോ ഉപകരണങ്ങളും മീൻസ് അണുവിമുക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഫോയിറ്റൽ ഡോപ്ലർ. എന്താ ഫോയിറ്റൽ ഡോപ്ലർ? കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നോക്കുന്നതാണ് അല്ലെ. ഞാൻ പറഞ്ഞു, നമ്മൾ ലേബർ റൂമിൽ കിടക്കുമ്പോൾ ഇടയ്ക്ക് ഡോക്ടേഴ്സ് വന്നിട്ട് ചെക്ക് ചെയ്യും. ഒരു മെഷീൻ പോലത്തെ സംഭവം ഇങ്ങനെ അല്ലെ, അത് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സ് നോക്കാനായിട്ട്. ദെൻ ഫോയിറ്റൽ ടോപ്പോ കാർഡിയോഗ്രാഫ്. കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് ഒരു ഗ്രാഫ് പോലെ ഒരു വിഷയത്തിൽ ഇങ്ങനെ അടിച്ചു വരും ഇല്ലേ. എക്സ്പീരിയൻസ്ഡ് ഉള്ളവർക്ക് അറിയാൻ പറ്റും ഇല്ലേ, ഒരു ഗ്രാഫ് പോലത്തെ ഒരു ഇതിൽ അടിച്ചു വരുന്നു. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു നോക്കാം. റേഡിയന്റ് വാർമർ. പിക്ചർ ക്ലിയർ ആണോ എല്ലാവർക്കും? കാണുന്നുണ്ടോ? സ്ക്രീനില് കാണുന്നുണ്ട്? ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ റേഡിയന്റ് വാർമർ, അതായത് ഈ ന്യൂബോൺ ബേബിക്ക് നമ്മൾ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അവര് ചൂടിൽ ഇങ്ങനെ ഒരു സംഭവത്തിൽ കിടക്കും. ഇപ്പൊ പിക്ചർ കണ്ടപ്പോ ക്ലിയർ ആയോ? ഉണ്ടോ? ഇവിടെയാണ് കുഞ്ഞിനെ കിടക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് അതിന്റെ ആ ഒരു ടെമ്പറേച്ചർ, ശരീര താപനില നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു എക്യുപ്മെന്റ് മീൻസ് ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് റേഡിയന്റ് വാർമർ എന്ന് പറയുന്നത് കേട്ടോ. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്, കുറച്ച് എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പിക്ചർ കുറച്ച് സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവർക്കും ക്ലിയർ ആയോ? റേഡിയന്റ് വാർമർ ഇവിടെയാണ് കുഞ്ഞിനെ കിടത്തുക അല്ലെ. ഇപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയി. നമുക്ക് ഇതിന്റെ പേര് അറിയില്ല അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ടാകും, പക്ഷെ ചിലവർക്ക് പേര് അറിയാൻ പാടുണ്ടാവില്ല അല്ലെ. സോ എന്താണ് റേഡിയന്റ് വാർമർ? ക്ലിയർ ആയല്ലോ റേഡിയന്റ് വാർമർ? നമ്മൾ പറഞ്ഞൊരു ലേബർ റൂമിന്റെ ഏകദേശം ഒരു സെക്ഷൻ ആണിത് കേട്ടോ. ഒരു ലേബർ റൂമിന്റെ ഒരു പിക്ചർ ആണ് തന്നിരിക്കുന്നത്. ഈ ലേബർ റൂമിൽ കയറാത്തവരുണ്ടാവുമല്ലോ, ജസ്റ്റ് ഒന്ന് പിക്ചർ നോക്കിയെങ്കിൽ ഒന്ന് മനസ്സിലാക്കാം. അത്യാവശ്യം ഒരു ഹൈറ്റിലൊക്കെ ഉള്ള ബെഡ് ഉണ്ട്, മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട് അല്ലെ. ഓക്കെ, ലേബർ റൂം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പിക്ചർ ആണ് കേട്ടോ. കണ്ടോ, AC ഉണ്ട്, സെൻട്രലൈസ്ഡ് ആണ് അവിടെ. പിന്നെന്താണ്, മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന എക്യുപ്മെന്റ്സ് എല്ലാം തന്നെയുണ്ട്. ഓക്സിജൻ സിലിണ്ടറും അല്ലെ, മറ്റും എല്ലാ എക്യുപ്മെന്റ്സുകളും അടങ്ങുന്നതാണ് ഒരു ലേബർ റൂം എന്ന് പറയുന്നത്. ലേബർ റൂം കാണാത്തവർ ഇപ്പൊ കണ്ടോ? ഓക്കെ, നമ്മൾ പറഞ്ഞു ഫോയിറ്റൽ. ഓക്കെ, ഫോയിറ്റൽ ഡോപ്ലർ അല്ലെ, കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നോക്കുന്ന ഒരു മെഷീൻ എന്ന് പറഞ്ഞു. കണ്ടോ, ഇതാണ്
ഫോയിറ്റൽ ഡോപ്ലർ. കേട്ടോ, ബേബി ഡോപ്ലർ, അതാണ് ഫോയിറ്റൽ ഡോപ്ലർ. ഈ ഒരു മെഷീനാണ് നമ്മളെ കുഞ്ഞിന്റെ മീൻസ് ആ ഒരു ലേബർ റൂമിൽ കിടക്കുന്ന സിറ്റുവേഷൻസിൽ ആ ഒരു എന്താ പറയാ നമ്മള് ആ ഒരു പ്രഗ്നന്റ് വുമണിന്റെ ആ ഒരു സ്റ്റോക്കില് ജസ്റ്റ് ഇതൊന്ന് ഡോക്ടർ വെച്ച് ഇങ്ങനെ ചെക്ക് ചെയ്യും അല്ലെ. അപ്പൊ അതിന്റെ കൃത്യമായിട്ട് ഇപ്പൊ ബീറ്റ്, ഹാർട്ട് ബീറ്റ് ഈ ഒരു വിഷയത്തിൽ ഹാർട്ട് ബീറ്റ് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നു. ഓക്കെ, ഡോപ്ലർ ക്ലിയർ ആയോ? ഡോപ്ലർ മനസ്സിലായോ? ഓക്കെ, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രത്യേകം കാണിക്കുന്നത്. അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ ഇതൊക്കെ സുപരിചിതമായിരിക്കും അല്ലെ. മീൻസ് അമ്മമാർക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഹോസ്പിറ്റലിൽ നിങ്ങൾ കിടന്നിരുന്ന ടൈമിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ബേബി ഡോപ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോയിറ്റൽ ഡോപ്ലർ കാർഡിയോഗ്രാഫ്. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിന്റെ ആ ഒരു ഹൃദയമിടിപ്പ് ഇവിടെ മോണിറ്ററിൽ കാണിച്ചിട്ട് അതൊരു ഗ്രാഫ് രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നു അല്ലെ. ഡോക്ടേഴ്സ് ആ ഒരു ഗ്രാഫ് രൂപത്തിൽ അത് എടുക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഫോയിറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്. ക്ലിയർ ആണോ? ലേബർ റൂമിന്റെ ഒരു പിക്ചർ ആണ്. Then cardio, tococardio, then Doppler machine. Okay. Screen കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ഇപ്പൊ നമ്മൾ പിക്ചേഴ്സ് കണ്ടു. ഓക്കെ, ക്ലിയർ ആയില്ലേ എല്ലാ പിക്ചറുകളും കണ്ടപ്പോൾ? ഓക്കെ, ദെൻ നമുക്കൊരു ഒറ്റ വേർഡിൽ ഒന്ന് എഴുതിയെടുക്കാം എന്തൊക്കെയാണ് ഈ ഉപകരണങ്ങൾ. എഴുതണ്ടേ? ഒറ്റ വാക്കില്ലേ? ഇത് നാളെ ഇത് വായിച്ചു നോക്കുമ്പോ ഇത് എന്താ സംഭവം ഓർമ്മ മീൻസ് ആലോചിച്ചിരിക്കണ്ട. അപ്പൊ ഒന്ന് എഴുതിയാ കേട്ടോ. ഒന്ന് നോട്ട്ബുക്ക് എടുക്കുക, കോപ്പി ആണെങ്കിൽ കോപ്പിയുടെ സൈഡിൽ തന്നെ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. നോട്ട്ബുക്ക് എടുത്തോ? നോട്ട്ബുക്കും പെന്നും എടുക്കുക, പെട്ടെന്ന് ഒന്ന് റെഡി ആവാം കേട്ടോ. നോട്ട്ബുക്ക് എടുക്കുക, പെണ്ണെടുക്കുക. ഓക്കെ, എടുത്തോ? ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. ഫസ്റ്റ് വൺ റേഡിയന്റ് വാർമർ. റേഡിയന്റ് വാർമർ എന്ന് എഴുതാം, ഒരു കുഞ്ഞു ഹൈഫൻ ഇടാം കേട്ടോ. ഷോർട്ടാക്കിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, വളരെ ഷോർട്ടാക്കിയാണ്. റേഡിയന്റ് വാർമർ. റേഡിയന്റ് വാർമർ എഴുതാലോ? എഴുതിക്കോളൂ. A baby warming device. A baby warming device. A baby warming device. A baby warming device to provide heat to the baby. കുഞ്ഞിന് ചൂട് നൽകുന്നു. To provide heat to the baby. ഒന്നുകൂടെ പറയണോ? റിപ്പീറ്റ് ചെയ്യണോ? എഴുതി എല്ലാവരും? ഓക്കെ, ഒന്നുകൂടെ പറയാം. റേഡിയന്റ് വാർമർ എന്ന് എഴുതാം. A body warming device to provide heat to the baby. Okay. Sterilizers എഴുതേണ്ട കാര്യമില്ലല്ലോ, അണുവിമുക്തമാക്കുക എന്നൊരു മീനിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് എഴുതിക്കോളൂ. ഫോയിറ്റൽ ഡോപ്ലർ. ഫോയിറ്റൽ ഡോപ്ലർ. ഫോയിറ്റൽ ഡോപ്ലർ. ഫോയിറ്റൽ ഡോപ്ലർ എഴുതാം. എഴുതിക്കോളൂ. To monitor fetal heart rate.
ഫെറ്റൽ, FETAL കേട്ടോ, ഫെറ്റൽ ഹാർട്ട് റേറ്റ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ്. ഫെറ്റൽ, FETAL, ഫെറ്റൽ ഹാർട്ട് റേറ്റ്. To monitor fetal heart rate starting from 10 to 12 week, അതായത് 10 മുതൽ 12 വരെയുള്ള പ്രഗ്നൻസി ആ ഒരു വീക്കിന്റെ ടൈമിലാണ് നമ്മൾ ഈ ഒരു ഡോപ്ലർ വെച്ചിട്ട് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പറയാം പോയിന്റൽ ഡോപ്ലർ ടു മോണിറ്റർ fetal heart rate starting from 10 to 12 week. Okay. Finished? Almost കഴിഞ്ഞോ? Okay. Next one എഴുതിക്കോളൂ. Pointer tachocardiogram. Pointer tachocardiogram എഴുതിക്കോളൂ കേട്ടോ. Pointer tachocardiogram. എഴുതിക്കോളൂ. Used to a monitor, ഒരു മോണിറ്ററിന്റെ സഹായത്തോട് കൂടി used to a monitor a baby's heart rate, used to a monitor a baby heart rate, used to a monitor a baby heart rate. And monitor used to a monitor baby's heart rate and monitors contraction during labor. കോൺട്രാക്ഷൻ വന്ന ആ ഒരു ടൈമിലൊക്കെയാണ് ഈ ഒരു ഗ്രാഫുകൾ നമ്മൾ എടുക്കുന്നത്. കോൺട്രാക്ഷൻ മീൻസ് എന്താ, ആ ഒരു ടൈമില് ലേബർ ചിലപ്പോൾ പേഷ്യൻസിന് ആ ഒരു പെയിൻ ഒക്കെ വരില്ലേ, ഒരു മീൻസ് ഒരു വൈക്ക് ഒരു കൊടുക്കുന്ന ഒരു അവസ്ഥ അല്ലെ, അതിനാണ് ഈ കോൺട്രാക്ഷൻ പറഞ്ഞത്. അതായത് ആ ഒരു ഡെലിവറി ടൈം അടുക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട്, ഈ കോൺട്രാക്ഷൻ പറഞ്ഞത് കേട്ടോ. എഴുതിയോ? ആ, ഒന്നുകൂടെ പറയാം. പോയിന്റൽ ടോക്കോഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് used to a monitor baby's heart rate and a monitors contractions during labor. Used to a monitor a baby's heart rate and monitors contraction during labor. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഓക്കെ, ഓക്കെ, ഇന്നെടുത്ത എത്ര പെട്ടെന്ന് വായിച്ചു നോക്കിയേ, വായിക്കാട്ടോ. ഫെസിലിറ്റീസ് തുടങ്ങി എടുത്തു. ദെൻ എവിടം വരെയാ നമ്മൾ എടുത്തത്? ആ, ഈ ഒരു ഉപകരണങ്ങൾ വരെ, ഇൻസ്ട്രുമെന്റ് വരെ, അത്രയും ഒന്ന് വായിക്കണം കേട്ടോ. വായിച്ചു നോക്കാം. വായിച്ചു നോക്കാട്ടോ. അത്രയും ഭാഗം വായിച്ചിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം.
സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവർക്കും? കാണുന്നുണ്ടോ? ഓക്കെ, ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഒരാൾക്ക് മാത്രമാണോ കാണാൻ പറ്റാത്തത്? ഒന്നും കൂടി ലീവ് ചെയ്തിട്ട് കയറിയേ. ഓക്കെ, കോൺട്രാക്ഷൻ ഡ്യൂറിങ് ലേബർ കേട്ടോ. യൂണിറ്റ് എല്ലാം ഡ്യൂറിങ്. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ ക്ലിയർ ആണോ നിങ്ങൾക്ക്? പറയൂ. കാണുന്നില്ല എന്നാണോ? എല്ലാവർക്കും കാണുന്നില്ല? പിക്ക് ആണുള്ളത്. ഓക്കെ ഓക്കെ കേട്ടോ, ക്ലിയർ ആക്കാം. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, വായിച്ചായിരുന്നോ? അവിടം വരെ വായിച്ച പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ. അവിടം വരെ വായിക്കും. നമ്മൾ എടുത്ത് എത്ര ഒന്ന് വായിച്ചു നിർത്താം, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകണം. ഓക്കെ, പോകാം അടുത്ത ഭാഗത്തിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് എക്യുപ്മെന്റ്സ് പഠിച്ചു. റേഡിയന്റ് വാർമർ അല്ലേ? അപ്പൊ നോക്കാം ഇനി. These tools and accessories need to be cleaned, set aside and dried after each use. All labor room equipment must be good functioning order and be prepared for usage according to staff. ഓക്കെ, അതായത് എന്താ പറയുന്നത്, നമ്മൾ ഈ ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ അനുബന്ധമായിട്ടുള്ള ഉപകരണങ്ങളും എന്താ പറയുന്നത്, ഓരോ ഉപയോഗത്തിന് ശേഷം അത് ക്ലീൻ ആയിരിക്കണം. പിന്നെന്താ പറയുന്നത് അല്ലെ, എന്താ ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ അത് ഉണക്കി സൂക്ഷിക്കണം. അതായത് വെള്ളമയോ ഒന്നും വരാതെ നല്ല രീതിയിൽ തന്നെ ക്രമത്തിലായിരിക്കണം ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കാം. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി അല്ലെ? എങ്ങനെയൊക്കെയാണ് സുരക്ഷ നിലനിർത്തുന്നതിനുള്ള നടപടികൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് പോയിന്റ്സ് ആണ്. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി നോക്കാം. ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ, standard safety procedure must be followed by all medical staff. The standard safety procedure അല്ലെ? എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും സുരക്ഷാ നടപടിക്രമങ്ങൾ എന്ത് ചെയ്യാൻ പാലിക്കുക. ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. Then second one, periodic in serving and training section on infection control to be held. അല്ലെ? എന്താ പറയുന്നത്? പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെക്ഷൻ
on infection control to be held. എന്നുവെച്ചാൽ എന്താ? അതായത് എല്ലാ സേവനത്തിലും പരിശീലന സെക്ഷനുകളിലും അണുബാധ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം അല്ലെ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു പീരിയോഡിക് സർവീസ് ആൻഡ് ട്രെയിനിങ് കൊടുക്കണം. അതായത് അണുബാധയൊക്കെ തടയുന്ന തരത്തിലുള്ള അണുബാധ നിയന്ത്രണങ്ങൾ നടത്തണം. The clothing worn should be sanitary and clean. ആ ഒരു ധരിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെ, നമ്മള് ആ ഒരു ലേബർ റൂമിലും അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലും ധരിക്കുന്ന വസ്ത്രങ്ങൾ സാനിറ്റൈസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? വൃത്തിയായിരിക്കണം. 4ാമത്തെ പോയിന്റ്, PPE has to be accessible. In the PPE അറിയാമോ? PPE എഴുതിയെടുത്തോളൂ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്. ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, എഴുതിയെടുത്തോളൂ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ഹാസ് ടു ആക്സസബിൾ. ആക്സസബിൾ എന്ന് പറഞ്ഞാൽ പ്രാപ്യമായിട്ടുള്ള, വർക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രാപ്യമായിട്ടുള്ള പേഴ്സണൽ എക്വിപ്മെന്റ് ആയിരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ എഴുതാൻ പറഞ്ഞിരുന്ന എന്താ ഫുൾ ഫോമിലോട്ട് ഇത് കൂടി ചേർക്കാം കേട്ടോ, ഇന്നത്തേക്ക് ചേർക്കാം. PPE കേട്ടോ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതുന്നുണ്ടോ ആരെങ്കിലും? ഫുൾ ഫോമിന് സെപ്പറേറ്റ് എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയോ? എഴുതുന്നുണ്ടോ? ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം കേട്ടോ, എഴുതുന്നുണ്ടോ ഇല്ലയോ. ഒരു ദിവസം ഞാൻ ചോദിക്കും, എല്ലാവരെ കൂടി ഞാൻ വായിപ്പിക്കും കേട്ടോ. ഓക്കെ, അപ്പോ PPE ഹാസ് ടു ബി അഡ്ജസ്റ്റബിൾ. പ്രാപ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ നോക്കാം. ട്രെയിനിങ് ഫോർ എംപ്ലോയി ഓൺ ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രാക്ടീസസ്. അല്ലെ, അതായത് പൊതുവായതും അല്ലെ ജനറൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള രീതികളിൽ ജീവനക്കാർക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ നൽകണം. Then infection patient should be admitted in accordance with the hospital protocols. അല്ലെ, ആശുപത്രി പ്രോട്ടോകോളുകൾ അനുസരിച്ച് വേണം അണുബാധയുള്ള രോഗികളെ പ്രവേശിപ്പിക്കണം. അവർക്ക് കുറച്ച് പ്രോട്ടോകോൾസിന്റെ അടിസ്ഥാനത്തിൽ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിനെ കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആയിട്ട് തന്നെ മീൻസ് അവരെ പ്രവേശിപ്പിക്കണം. Then all fitting clothing tools and waste need to be treated as the contaminant they handled carefully. അതായത് എന്താ പറയുന്നത്? അനുയോജ്യമായിട്ടുള്ള എല്ലാ വസ്ത്ര ഉപകരണങ്ങളും അതുപോലെ തന്നെ എന്താണ് മാലിന്യങ്ങളും മലിനമായി കണക്കാക്കുകയും ശ്രദ്ധാപൂർവം തന്നെ എന്ത് വേണം അതിനെ കൈകാര്യം ചെയ്യണമെന്ന് അല്ലെ. ഇപ്പൊ മലിനമായിട്ടുള്ളതൊന്നും അകത്തേക്ക് കഴിക്കാൻ പാടില്ല. വെൽ ക്ലീൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം നമുക്ക് ഡ്രസ് ആയാലും മറ്റിപ്പോ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യണമെന്ന്. ദെൻ നമ്മൾ പറഞ്ഞോളൂ, ക്ലീനിങ് സ്റ്റാഫ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇല്ലേ? ലേബർ റൂമിന്റെ ഉള്ളിലേ ഈ നഴ്സിംഗ് സ്റ്റാഫ് കൂടാതെ ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവും ഇല്ലേ? ഓക്കെ, അപ്പൊ അവരെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ക്ലീൻ ചെയ്യാം, വൃത്തിയാക്കുക. ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അതർ സപ്ലൈസ് ആർ ക്ലീൻഡ്, സ്റ്റെറിലൈസ്ഡ് ആൻഡ് പ്രോസസ്ഡ്. അല്ലെ, അതായത് മറ്റു എന്താണ് ഉപകരണങ്ങളും മറ്റു സാധനങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുകയും അതുപോലെ അത് പ്രോസസ് ചെയ്യുകയും ചെയ്യണം. Then patient should be provided with sterile robes. അതായത് എന്താണ്? രോഗികൾക്ക് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങൾ നൽകുക. സ്റ്റെറൈൽ റോബ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേക വസ്ത്രങ്ങളല്ലേ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലും ലേബർ റൂമിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തരുന്നതേ. നമ്മൾ പറഞ്ഞു ഇത്ര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അല്ലെ, നിങ്ങൾ പറഞ്ഞു അല്ലെ എന്തൊക്കെ കളറില് ഭയങ്കര ഇടവിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും തന്നെ. അത് ആണോ? ഭയങ്കര കട്ടിയുള്ള ഡ്രസ് ആയിരിക്കോ? എങ്ങനെയായിരിക്കും ഡ്രസ്? എക്സ്പീരിയൻസിലുള്ള ആളുകൾ പറയും, എങ്ങനെയാണ് അവിടുത്തെ ഡ്രസ്സിന്റെ പ്രത്യേകത? നമ്മൾക്ക് അവര് ഒരു ക്ലോത്ത് തരില്ലേ? നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അല്ലല്ലോ നമ്മൾ ലേബർ റൂമിൽ ചെല്ലുമ്പോൾ ഇട്ടിരിക്കുന്നത്, ആണോ? ലിനനിന്റെ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ബാക്ക് ഓപ്പൺ ടൈപ്പ് ആയിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഒരു കോട്ട് പോലത്തെ അല്ലെ, എന്നിട്ട് എന്താണ് ഒരു ട്രാൻസ്പെറന്റ് പോലത്തേക്ക് ആയിരിക്കില്ല ഏകദേശം. ഭയങ്കര കട്ടിയുള്ള അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല അല്ലെ, കുറച്ച് ട്രാൻസ്പെറൻസി ടൈപ്പ് ഒക്കെ ആയിരിക്കും അല്ലെ. വളരെ ലൈറ്റ് കളറുകളൊക്കെ ആയിരിക്കും, ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ഒരു പിസ്താ ഗ്രീൻ ഷെയ്ഡ് അങ്ങനെയൊക്കെ ആയിരിക്കും ഏകദേശം വരുന്നത് അല്ലെ. ഇതിനാണ് സ്റ്റെറൈൽ റോബ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു വസ്ത്രങ്ങളെയാണ് പറയുന്നത്. Evolution of an employee's health is crucial. അതായത് ഒരു ജീവനക്കാരന്റെ ആരോഗ്യവും വിലയിരുത്തുന്നത് എന്താണ്? നല്ലതാണെന്ന്. കട്ടിയുള്ള ഡ്രസ് ഒക്കെ, ഡ്രസ്സിന്റെ കാര്യം ഒക്കെ ആയില്ലേ? ലാസ്റ്റ് പോയിന്റ് നോക്കാം. Evolution of an employee's health is crucial. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഹെൽത്തും
ആരോഗ്യവും കൂടി വിലയിരുത്തണം അല്ലെ. പേഷ്യൻസിന്റെ സേഫ്റ്റി മാത്രമല്ലല്ലോ, അവിടെ നിൽക്കുന്ന സ്റ്റാഫിന്റെ സുരക്ഷയും കൂടി ഉറപ്പുവരുത്തണം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാഫുകള് അല്ലെ, അവര് അത്യാവശ്യം അവരുടെക്കും അങ്ങനത്തെ ഒരു ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടാവും, പിന്നെ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടാവും ഇല്ലേ. ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ലേബർ റൂമിന്റെ ഉള്ളിൽ നിൽക്കുന്ന നഴ്സുമാരൊക്കെ മാസ്ക് ഒക്കെ വെച്ച് അവരും ഫുൾ പ്രൊട്ടക്ഷനിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് അല്ലേ. ഇങ്ങനെയാണോ? അല്ലെങ്കിൽ അവർ ഓപ്പൺ ആയിട്ട് അങ്ങനെ നിൽക്കുന്നതാണോ? ഇവരെപ്പോഴും മാസ്ക് ധരിച്ചിട്ടുണ്ടാവും തിയേറ്ററിൽ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ്സും കൂടി കുറച്ചൊന്ന് നോക്കാം കേട്ടോ. ഗ്ലൗസ് ഓൾസോ. ഓക്കെ, ഗ്ലൗസ് ഇട്ടിട്ടുണ്ടാവും. ഒന്നുകൂടി പറയണോ പോയിന്റ്സുകള്? ഒന്നുകൂടി വായിക്കാം കേട്ടോ, നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ് ബൈ മെഡിക്കൽ സ്റ്റാഫ് അല്ലെ. അതായത് എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സുരക്ഷാ നടപടിക്രമങ്ങൾ എന്ത് ചെയ്യുക, പാലിക്കുക. പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിൻ സെക്ഷൻ നോ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. അതായത് ഈ എന്താ അണുബാധ നിയന്ത്രണങ്ങളൊക്കെ തടയണത്. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മള് എന്താ പറയാ ഇതുപോലെയുള്ള മാസ്കുകളും ഗ്ലൗസുകളൊക്കെ ധരിക്കുന്നത്. Then the clothing form should be sanitary and clean. അതായത് വസ്ത്രങ്ങൾ വൃത്തിയുള്ളതും സാനിറ്റൈസ് ചെയ്യുന്നത് ആയിരിക്കും. Then PPE has to be accessible. പ്രാപ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകളും അവിടെ വേണം. Then training for employees on general and particular practice. പൊതുവായതും അതുപോലെ തന്നെ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള എന്താ പറയാ ആക്സസുകൾ അല്ലെ, ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതികളിൽ ജീവനക്കാർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുക. Then infection patients should be admitted in accordance with the hospital protocols. ഇൻഫെക്ഷൻ പേഷ്യൻസിന് ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ച് വേണം അഡ്മിറ്റ് ചെയ്യുന്നതിനും പ്രവേശിപ്പിക്കുന്നതിനും. Then ഇപ്പോ നമുക്കറിയാം, ഇപ്പോ എന്താ പറയാ ഇപ്പോ ഒരു കൊറോണയൊക്കെ വന്ന ടൈമില് അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ പ്രത്യേക പ്രോട്ടോകോൾസ് ഒക്കെ പാലിച്ചിട്ടല്ലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആക്കുന്നത് അല്ലേ. നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ് അല്ലെ. മീൻസ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ അസുഖം എന്താണ്, ഇപ്പൊ നിപ്പ വൈറസ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾസുകൾ പാലിച്ചുകൊണ്ടാണ് അല്ലെ. അത്രയും സേഫ് ആയിട്ടും അല്ലെങ്കിൽ സുരക്ഷ മറ്റുള്ളവർക്ക് അത് പകരാതിരിക്കാവുന്ന തരത്തിലുള്ള പരമാവധി പ്രോട്ടോകോൾസുകൾ പാലിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, all fitting clothing tools and waste need to be treated as the contaminated and handled careful. അതായത് എന്താണ്, അനുയോജ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അതുപോലെ മാലിന്യങ്ങളൊക്കെ എന്താണ് മാലിന്യമായിട്ട് കണക്കാക്കലും അതിന് ശ്രദ്ധാപൂർവ്വം എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് സ്റ്റാഫ് അത് ക്ലീൻ ചെയ്യുകയും വേണം. That instrument and other supplies are cleaned, sterilized and processed. അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളും ക്ലീൻഡ് ആയിരിക്കണം, സ്റ്റെറിലൈസ് ചെയ്ത ഉപകരണങ്ങൾ ആയിരിക്കണം. Patient should be provided with sterile probes. അല്ലെ, പേഷ്യൻസ് അവർക്ക് എന്താ പറയുന്നത്, രോഗികൾക്ക് അണുവിമുക്തമായിട്ടുള്ള സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം നൽകേണ്ടത്. ലാസ്റ്റ് വൺ, inclusion of employees health crucial. അല്ലെ, അതുപോലെ തന്നെ എന്താണ്, ഈ രോഗികൾക്ക് ഒരു ജീവനക്കാരന്റെ ആരോഗ്യം വിലയിരുത്തുന്നത് നിർണായകമാണ്. അതായത് ഇപ്പൊ ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിലേ അവർക്ക് പകരരുതല്ലോ അല്ലെ. സ്റ്റാഫുകളും അവരുടെ സംരക്ഷണം സുരക്ഷ നോക്കണ്ടേ. അതിനു വേണ്ടിയിട്ട് അവർ ഗ്ലൗസുകളും മറ്റു മാസ്കുകളൊക്കെ എന്ത് ചെയ്യും, ധരിക്കുന്നു. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇത് ഒരുപാട് നമുക്ക് എന്താ പറയാ എക്സാമ്പിൾ തന്നെ പറയാൻ പറ്റുന്ന ഒരു പോർഷൻ അല്ലല്ലോ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ഒരു 4 കുറച്ച് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞോട്ടെ, അതുവരെ കൊണ്ട് എടുക്കാമല്ലോ. ഓക്കെ, പറഞ്ഞോട്ടെ. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. അപ്പോ ഇനി ലേബർ റൂമിൽ എടുക്കുന്ന കുറച്ച് മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ലേബർ റൂമിൽ ഈ സ്റ്റാഫുകളും മറ്റും എടുക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നാണ് ഇത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഹാൻഡ് വാഷിംഗ് അല്ലെ, കൈയൊക്കെ നന്നായിട്ട് എപ്പോഴും കഴുകുക അല്ലെ, ക്ലീൻ ആക്കുക. വെയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അല്ലെ, സംരക്ഷിതമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നമ്മൾ പറഞ്ഞ കാര്യമാണ്, സ്റ്റാഫുകൾക്കായാലും അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക വസ്ത്രങ്ങൾ ഉണ്ട്. Then proper disposal of biomedical waste.
ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ, അതായത് ഹോസ്പിറ്റലിലുള്ള ആ ഒരു മീൻസ് അറിയാലോ, ഓപ്പറേഷൻ തിയേറ്ററിലെ മാലിന്യങ്ങളും മറ്റും എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് തന്നെ ഡിസ്പോസൽ ചെയ്യാം. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകളിൽ പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ തന്നെയുണ്ട്, ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റിനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് കൂടുതലായിട്ട് അപ്പൊ പഠിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്പോസൽ കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രോപ്പർ ഹാൻഡിലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്, അല്ലെ, ഷാർപ്പ് ആയിട്ടുള്ള ഒത്തിരി ഒബ്ജക്ട്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഷാർപ്പ് ഒബ്ജക്ട്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. വേറെ അങ്ങനെ പ്രശ്നമൊന്നും വരുത്താത്ത രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ എന്ത് ചെയ്യാം, ഷാർപ്പ് ഒബ്ജക്ട്സിനെ ഹാൻഡിൽ ചെയ്യുക. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് ഓഫ് ദ ഐറ്റംസ് യൂസ്ഡ്, അല്ലെ, അതുപോലെ തന്നെ ഉപയോഗിച്ച വസ്തുക്കള് നവീകരണവും അണുമുക്തമാക്കലും. അതായത് ഉപയോഗിച്ച വസ്തുക്കള് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപേക്ഷിക്കുക, കളയുക. ഒരു സിറിഞ്ച്, ഒരു നീഡില്, ഒരാൾക്ക് വെച്ച സിറിഞ്ച് തന്നെ അടുത്ത ആൾക്ക് വെക്കാൻ പറ്റുമോ, ഇഞ്ചക്ഷൻ ഇല്ല. അപ്പൊ ഉപയോഗിച്ചതൊക്കെ കളയുക. ബാക്കിയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, അണുവിമുക്തം ആക്കുക, സ്റ്റെറിലൈസ് ചെയ്യുക. സസ്റ്റൈനിങ് എ ക്ലീൻ ആൻഡ് ആസ്പെക്ട്സ് എൻവയോൺമെന്റ്, അല്ലെ, സസ്റ്റൈനിങ് എ ക്ലീൻ ആൻഡ് ആസ്പെക്ടിക് എൻവയോൺമെന്റ്. അതായത് എന്താണ്, അതായത് ആ ഒരു എൻവയോൺമെന്റ്, അന്തരീക്ഷം തന്നെ എന്ത് വേണം, അല്ലെ, ക്ലീൻ ചെയ്യുക. മീൻസ് ഒരു അസ്പെക്ടിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലീൻ ചെയ്യുക. ആ ഒരു എൻവയോൺമെന്റ് എപ്പോഴും നോട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മീൻസ് ഒന്ന് ക്ലീൻ ചെയ്യുക. അന്തരീക്ഷം, ആ ഒരു റൂമില്, ഈ ഒരു ലേബർ റൂം എന്ന് പറയുന്നത്, ആ ഒരു ഏരിയ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ക്ലീൻ ആക്കി ഇടുക. ഓക്കെ, ഇത്രയും ജസ്റ്റ് പോയിന്റ് ആണ്, ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയാനില്ല അതില്. ക്വസ്റ്റ്യൻസ് വലിയ ചാൻസ് കുറവാണ്, പക്ഷെ വായിക്കുക കേട്ടോ. ഇനിയിപ്പോ ഇൻ കേസ് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ ഒരു ടീച്ചർ പഠിക്കേണ്ട ആണെന്ന് പറഞ്ഞത് പറയരുത്, ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. മെഷർ ടു മെയിൻറ്റെയിൻ സേഫ്റ്റി തുടങ്ങി ഇപ്പൊ നമ്മൾ വായിച്ച പോയിന്റ്സ് വരെ വായിക്കാം കേട്ടോ. പോയിന്റ്സുകളാണ്, ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച വസ്തുക്കൾ നമ്മൾ കളയില്ലേ, ഇപ്പൊ സിറിഞ്ചസ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളതൊക്കെ കളയുക. അതുപോലെ തന്നെ എന്താണ്, യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഒക്കെ ഒന്നും കൂടി സ്റ്റെറിലൈസ്ഡ് ചെയ്തിട്ട് എടുക്കുക. ലാസ്റ്റ് വണ്ണിൽ പറഞ്ഞത് സസ്റ്റൈനിങ് എ ക്ലീൻ ആൻഡ് അസ്പെക്ടിക് എൻവയോൺമെന്റ്. അസ്പെക്ടിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അണുക്കളൊന്നും ഇല്ലാത്ത, രോഗാണുക്കളൊന്നും ഇല്ലാത്ത നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് എപ്പോഴും ക്ലീൻ ചെയ്ത് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വരുത്താത്ത രീതിയിലുള്ള പ്രോട്ടോകോൾസ് ഒക്കെ പാലിക്കുക. അസ്പെക്ടിക് എന്ന് പറഞ്ഞാൽ രോഗാണുരഹിതമായിട്ടുള്ള എന്നൊക്കെയാണ് അർത്ഥം. അതായത് മീൻസ് ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത. ഓക്കെ, വായിച്ചോ?
ഓക്കെ, ഇനി ഒരു 3 പേജും കൂടി ഉള്ളൂട്ടോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീരാനായിട്ട്. ചെറിയൊരു ചാപ്റ്റർ ആണ്, വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഓക്കെ, ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ 2 ക്ലാസ്സോ മതിയാവും നമുക്ക്. ഓക്കെ, ഇത്രയും പോരല്ലേ? ഇത്രയും മതിയോ? പോരെ? ഓക്കെ, പിന്നെ ഒരു 3 പേജ് കൂടി ഉള്ളൂ. ഒരു 2 ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിയും. ദെൻ ഇത്രയും എടുത്തത് ക്ലിയർ ആയോ? പിക്ചറൊക്കെ കണ്ടില്ലേ നമ്മള്? ഇനിയിപ്പോ എക്യുപ്മെന്റ്സ് മീൻസ് ലേബർ റൂം കാണാത്തവരോ അല്ലെങ്കിൽ മറ്റു എക്യുപ്മെന്റ്സ് കാണാത്തവർക്കായിട്ട് വേണ്ടിയിട്ടാണ് പിക്ചേഴ്സ് കൂടി കാണിച്ചത് അല്ലേ? പിക്ചർ കണ്ടപ്പോ കുറച്ചും കൂടി ക്ലിയർ ഐഡിയ ഒക്കെ കിട്ടിയോ? ഓക്കെ, ദെൻ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എടുക്കുന്നത്? കുഴപ്പമുണ്ടോ? സ്പീഡ് കൂടുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏതാ ഡൗട്ട്സ് ഉള്ള ടീച്ചറിനോട് ചോദിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു തരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഡൗട്ട്സ് അധികം നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിക്ചർ അടക്കം ഞാൻ കാണിച്ചു തരുന്നത് അല്ലെ? പിക്ചർ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവുമല്ലോ. ഇപ്പോ മീൻസ് അത്യാവശ്യം ലേബറിലും മറ്റും ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ കാണുന്നവർക്ക് അറിയാൻ പറ്റും. എങ്കിലും എനിക്ക് തോന്നുന്ന കുറച്ച് പേഴ്സൺ ഒക്കെ ഉണ്ടല്ലോ നമ്മളുടെ പറയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി പിക്ചർ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം എടുത്ത് വെച്ച് കാണിച്ചത് അല്ലെ? കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ പറയാറുണ്ട് നിങ്ങളോട് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഞാൻ പറയാം കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? ചില ചാപ്റ്ററുകൾ നമുക്ക് എക്സാമ്പിളൊക്കെ ഇട്ടൊക്കെ പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്താ പറയാ, നമ്മൾ സിനിമയൊക്കെ കളക്ട് ചെയ്തൊക്കെ പറയാറുണ്ട് അല്ലെ? പക്ഷെ എല്ലാം അതുപോലെ പറയാൻ പറ്റണമെന്നില്ല. കാരണം ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അതുപോലെ എല്ലാം കുറച്ച് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരും. കോമൺ ആയിട്ടുള്ളത്, അതായത് ഹോസ്പിറ്റലിന്റെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവല് അങ്ങനെയുള്ളവർ വരും കേട്ടോ. അങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് മീൻസ് പറയണല്ലോ, നമ്മൾ ഇത്രയും പഠിക്കുന്നില്ലേ, അപ്പൊ അതും ഓട്ടോമാറ്റിക്കലി നമുക്ക് പഠിച്ചു പോകാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാ തരത്തിലും ചിലപ്പോ അധികം എക്സ്പ്ലനേഷൻ ഒന്നും തരാൻ പറ്റില്ല. എല്ലാ ചാപ്റ്ററും ഒരേപോലെ അല്ലല്ലോ. അപ്പോ മാക്സിമം പറ്റുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് സിനിമയിലത്തെ കാര്യങ്ങളും അങ്ങനെ നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാത്തിനും അതുപോലെ നമുക്ക് പറയാൻ പറ്റണമെന്നില്ല. ചിലർക്ക് ഇതുപോലെ ആ എക്സാക്ട് പോയിന്റ്സ് വെച്ച് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, മുൻകൂട്ടി പറഞ്ഞതോളൂ, പേടിക്കാനൊന്നുമില്ല. ഒരു സംശയം, ഇപ്പം ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളും കൂടെ ചേർത്തല്ലേ പരീക്ഷ വരുന്നത്, എക്സാം വരുന്നത്? അതെ, അങ്ങനെയല്ലേ നിങ്ങളോട് ഇൻട്രൊഡക്ഷൻ. ചാപ്റ്റർ തിരിച്ചായിരിക്കത്തില്ലല്ലോ? ചാപ്റ്റർ തിരിച്ചല്ല, നിങ്ങളോട് എങ്ങനെയാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്? ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു എക്സാം എന്നാണോ പറഞ്ഞത്? ഇങ്ങനെയാ പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ടാവും, പിന്നെ തേർഡും ഫോർത്തും കഴിഞ്ഞിട്ട് എല്ലാതും കൂടി എക്സാം. അപ്പൊ ഇങ്ങനെയാണോ നിങ്ങളോട് പറഞ്ഞത്? അതുപോലെ തന്നെ ആയിരിക്കും എക്സാം കൊണ്ടുപോകുന്നത് കേട്ടോ. കാരണം എടുത്തത് കഴിഞ്ഞിട്ടില്ലല്ലോ, ഇനി ഉണ്ടല്ലോ സമയം. ഫസ്റ്റ് മൊഡ്യൂൾ ഇപ്പൊ എത്ര ചാപ്റ്റർ കഴിഞ്ഞു? ടെൻഷനാ, പാഠങ്ങൾ ഒത്തിരി ഇല്ലേ പഠിക്കുന്നത്? പഠിക്കണമല്ലോ, അതാ പറഞ്ഞത് ഞാൻ. അവസാനത്തേക്ക് വേണ്ടി കൂട്ടി വെക്കരുത്. പറ്റുന്ന സമയം കിട്ടുന്നത് പോലെ ചെയ്യാൻ പഠിക്കാം കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് പ്രത്യേകം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒത്തിരി ഫുൾ ഫോമുകൾ നിങ്ങൾ പഠിച്ചു ഇല്ലേ? ഒത്തിരി പഠിച്ചില്ലേ? ഇപ്പൊ ഇതുവരെ എടുത്തതില്ലേ? ഇപ്പൊ ഞാൻ എടുത്തത് മാത്രമല്ല, മറ്റു ടീച്ചേഴ്സ് എടുക്കുന്നതായാലും ഒത്തിരി ഫുൾ ഫോം തന്നെയുണ്ട് എക്സാമിന് പഠിക്കാൻ. ഫുൾ ഫോമിന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 30% മാർക്ക് ആ ഒരു ഫുൾ ഫോമിന്റെ ആയിരിക്കും വരുന്നത് ക്വസ്റ്റ്യൻസ് അല്ലെ? ഒത്തിരി ഉണ്ട്. അതിൽ നിന്ന് ഏതാണ് ചോദിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ പഠിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് പ്രത്യേകം നിങ്ങൾ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. എത്ര പേര് അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ചെയ്താൽ അത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ചെയ്യുന്നുണ്ടോ ആരെങ്കിലും പറഞ്ഞിട്ട്? ചെയ്യാറുണ്ടോ? ചെയ്യുന്നുണ്ടോ? സത്യസന്ധമായിട്ട് പറഞ്ഞു, എത്ര പേര് നിങ്ങൾ ചെയ്യുന്നുണ്ട്?
ചെയ്യുന്നുണ്ട്? ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്കറിയില്ല എല്ലാ ടീച്ചേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന്, പക്ഷെ അതൊരു നല്ലൊരു കാര്യമാണ്. അത്യാവശ്യം നമുക്ക് അതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമില് എക്സാമിന്റെ ടൈം ആവണേലും ഒരു കുറച്ച് ദിവസം മുമ്പ് എന്ത് ചെയ്യാം, ഒന്ന് ആ ഒരു ഫുൾ ഫോം കാര്യങ്ങൾ വായിച്ച അത്രയും ഭാഗം നമുക്ക് ഓക്കെയാണ് അല്ലെ. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, ബാക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാം. പിന്നെ ഞാൻ പറയാറുണ്ട് കുറെ പോയിന്റ്സ് ഒക്കെ വന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട, നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മതി. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. എല്ലാം കൂടി വാരി വലിച്ച് ഇങ്ങനെ പഠിക്കാനായിട്ട് പറ്റില്ല അല്ലെ. എല്ലാവർക്കും ഒരേപോലെ ടൈം ഉണ്ടാവില്ല. ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ടാവും, കുട്ടികളുള്ളവരുണ്ടാവും അല്ലെ. എല്ലാവർക്കും പല സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് പറ്റുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. എന്തായാലും പഠിക്കണം, എക്സാമിന് ജയിക്കണം അല്ലെ. എങ്കിലല്ലേ ഒരു ജോലി നാളെ കിട്ടുള്ളൂ. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ. എല്ലാവർക്കും ഒരേ ഒരു എന്താ പറയാ, അതുപോലെ എല്ലാവരുടെ കപ്പാസിറ്റി ഒരേപോലെയല്ല അല്ലെ. അപ്പൊ നമ്മൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ പഠിക്കാം. ഓരോ ടീച്ചേഴ്സും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്ന ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാം. പിന്നെ ഇതുപോലെ ഫുൾ ഫോം എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. മാം ഓരോ ചാപ്റ്റർ കഴിയുമ്പോ മാമും കൂടെ എക്സാം ഇടുവായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഒരു നമുക്ക് നോക്കാം കേട്ടോ. എക്സാം കഴിഞ്ഞ ബാച്ചിൽ അങ്ങനെ നമ്മൾ 1-2 എക്സാം അവർക്ക് ഞാൻ ഇട്ടായിരുന്നു. കാരണം ഒരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു 10 മാർക്കിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നു. പിന്നെ നമുക്ക് അതിന്റെ ഒരു ഇന്ററാക്ഷൻസ് വന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ഈ സ്റ്റുഡൻസ് തന്നെ കുറച്ച് കംപ്ലൈന്റ്സ് വന്നു. കാരണം റെക്കോർഡ് സ്റ്റുഡൻസ് ഉണ്ട്, റെക്കോർഡ് കാണുന്ന സ്റ്റുഡൻസിന് അതൊരു ഇന്ററാക്ഷൻസും ഇത് കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളൊരു കംപ്ലൈന്റ്സ് നമുക്ക് വന്നത് കൊണ്ടാണ് ഓൾറെഡി ഓൾ മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തത്. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, ഞാൻ വിടുന്നുണ്ട്. ഓക്കെ, ഇടാം. ഓക്കെ, അടുത്തൊരു മാമിന്റെ ക്ലാസ് വരുമ്പോ അടുത്ത ക്ലാസ് വരുമ്പോഴത്തേനും ഒരു ചാപ്റ്റർ തരുവാണെങ്കിൽ ഞങ്ങളത് പഠിച്ചിട്ട് വരാമായിരുന്നു എക്സാം ഇടുവാണെങ്കിൽ. നോക്കാം നമുക്ക് കേട്ടോ, ചെയ്യാം അങ്ങനെ. ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോ ഈ ഒരു ചാപ്റ്റർ ഇട്ട് എങ്ങനെയാണെങ്കില ഈ നമ്മൾ ചാപ്റ്റർ അല്ലെ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിച്ചാൽ മതി. ഏകദേശം ഈ ഒരു ചാപ്റ്റർ കഴിയാറാവുമ്പോഴേക്കും ഞാൻ എടുത്തോളാം. ഓക്കെ, ഒരു 10 മാർക്ക് അല്ലെ, 10 ഇതിന്റെ പോലെ അത് മതി മാം. ഓക്കെ, അത്യാവശ്യം വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് കഴിഞ്ഞ ബാച്ചിൽ ടീച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ, പക്ഷെ നമ്മൾക്ക് ഇതുപോലെ ടൈം മീൻസ് ആ ഒരു ഇന്ററാക്ഷന്റെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ അത് വേണ്ടാന്ന് വെച്ചത്. അവരും 5th ബാച്ചുകാരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എക്സാം എടുക്കുന്ന കാര്യം. ഓക്കെ, ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇനി അങ്ങനെ പഠിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല, പഠിക്കാം കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇനി വേറെ എന്തെങ്കിലും എല്ലാ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ ടീച്ചേഴ്സിന്റെ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് മനസ്സിലാകാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ഫീഡ്ബാക്ക് ചെയ്യാം. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയാണ് 10 മിനിറ്റ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചെയ്യാം, ടീച്ചേഴ്സിനോട് നിങ്ങൾ പറയാം കേട്ടോ. ബാക്കി എല്ലാ കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ലാസ്സുകൾ പോകുന്നുണ്ടല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? നെക്സ്റ്റ് ഇംഗ്ലീഷ് അല്ലേ നിങ്ങൾക്ക്? ആണോ? ഓക്കെ, നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരിക്കില്ല. നാളത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഫോം ചെയ്യും. ഇന്ന് എന്തായാലും ഇംഗ്ലീഷ് ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ടീച്ചർ കുറച്ച് ലീവിലാണ്, ആള് ഹോസ്പിറ്റലിൽ വരിയായതുകൊണ്ട് ലീവാണ്. അപ്പൊ നാളെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ഇൻഫോർമേഷൻ ചെയ്യും കേട്ടോ. Okay. Okay, ma'am. Okay. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.